ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ചെമ്പ് വേട്ടാ ചക്കച്ചോള കൊണ്ടൊരു മധുര പലഹാരം. പെട്ടെന്നെ വേടാ ചേരുവകളാ ചേർത്താലോ. നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ച ചക്ക 3 കപ്പ്, 1.5 കപ്പ് വറുത്ത അരിപ്പൊടി, വേവിച്ച ചോറ് 2 ടീസ്പൂൺ, ഏതരിയാന്ന് വെച്ചാൽ വേവിച്ച് പടക്കേട്ടാ. നാളികേരം ചിരകിയത് 1/4 കപ്പ് ഇട്ടോ. ശർക്കര പൊടിച്ചാൽ നല്ലത്, വേണമെങ്കിൽ പഞ്ചസാര ഇട്ടോ. മൊത്തത്തിൽ 1/4 കപ്പ്. പക്ഷെ ഉപ്പ് അതൊരു നുള്ളു മതിട്ടാ. ഇനിയിപ്പോൾ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. ഇത് നമുക്ക് വറക്കാൻ ആവശ്യമുള്ള എണ്ണ കേട്ടാ. നിങ്ങൾ ഉപയോഗിക്കണ എണ്ണ നിങ്ങൾ എടുത്തോ. ചക്കച്ചോള ഇനി മിക്സിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാനുള്ള പരിപാടി നോക്കിയാലോ. അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടാ. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല പിന്നെ അരച്ചു വെച്ച ചക്കയിലേക്ക് ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. ശർക്കര പൊടി അല്ലെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ചോറും ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 നുള്ളു ഉപ്പും. ഇവിടെ 1.5 കപ്പ് അരിപ്പൊടി ചേർക്കണേ. നിങ്ങൾക്ക് ഇനി പാകത്തിന് നോക്കിയിട്ട് ചേർക്കാം. മിക്സിയിലിട്ട സാധനങ്ങളെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം ഒരു 20 മിനിറ്റോളം നമ്മളൊരു പാത്രത്തിലാക്കി വയ്ക്കുക. എന്നിട്ട് മതിയിട്ടാ ഉരുട്ടലും വറക്കലൊക്കെ. പാത്രത്തിലെ എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അരച്ച് വെച്ച കൂട്ടുണ്ടല്ലോ, ഈ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ടാ വെക്കുക. ഒരു 20-25 മിനിറ്റ് നമ്മൾ പാത്രത്തിലാക്കി ബോർഡ് പോലെ വെച്ചാൽ മാത്രമാണ് നമുക്ക് ഉരുളയാക്കിയിട്ട് ഇതേപോലെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ വെള്ളം ചേർക്കരുത് കേട്ടോ, അത് മറക്കല്ലേ. ഇതേ ഇപ്പം നമ്മളുടെ പലഹാരം, നമ്മുടെ ചക്ക കൊണ്ടുള്ള പലഹാരം ചോന്ന് തുടുത്ത് അടിപൊളിയായിക്കൊണ്ടിരിക്കട്ടാ. നമ്മൾ എണ്ണയിലിട്ട് വറുത്ത പലഹാരം ഏകദേശം ശരിയായിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കഴിക്കാനുള്ള പരിപാടി നോക്കാം. നമ്മുടെ ചക്ക കൊണ്ടുള്ള മധുര പലഹാരം ഇരിക്കണ ഇരിപ്പ് കണ്ട വീട്ടിൽ നീ ചക്കയ്ക്ക് കിട്ടുമ്പോൾ ഇത് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. വെറുതെ കണ്ടുപോരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക.